ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും റോസും കൂടെ ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇന്ന് പോവുകയാണ് ജർമ്മനിയിലേക്ക്. കൊച്ചിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ഞങ്ങൾക്ക് ദോഹയിലാണ് ട്രാൻസിറ്റ് വരുന്നത്. സോ ദോഹയിൽ ഞങ്ങൾ 7 മണിക്കൂറുണ്ടാവും. ഖത്തർ എയർവേസിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ദോഹ വരെ ഖത്തർ എയർവേസ് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റാണ്. എയർപോർട്ടിൽ ഞങ്ങൾ ലോഞ്ചൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റ് കൂടി ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി വെക്കേണ്ടി വന്നു. എയർപോർട്ടിന് പുറത്തുള്ള വേ മെഷീനിൽ ഞങ്ങൾക്ക് 3 കിലോ എക്സ്ട്രാ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചെക്കിൻ സമയത്ത് അവർ പറഞ്ഞ 6 കിലോ എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് 4 കിലോ ഇറക്കി വെപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഗേറ്റൊക്കെ ഓപ്പണായി. ഓൾമോസ്റ്റ് എല്ലാവരും പോയി. ഞങ്ങളാണ് ഏകദേശം അവസാനമായപ്പോൾ അകത്ത് കടന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാസ്റ്റത്തെ സീറ്റുകളാണ് കിട്ടിയത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടി. പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഈ ജീവിതകാലം മൊത്തം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായി. കാരണം ഇനി റോസും ഉണ്ടെങ്കിൽ റോസും ആയിരിക്കും വിൻഡോ സീറ്റിലിരിക്കുക. ഈ സംഭവമാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ആ വഴിക്കാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോരം നടക്കണമെന്ന് അറിയുമോ. ഇതും പിടിച്ച് ഇങ്ങനെ നടന്ന് അവസാനമാണ് കയറുക. അതും അവിടെ എത്തിക്കഴിഞ്ഞാലോ അവിടെ ഒടുക്കത്തെ ക്യൂ ആയിരിക്കും. അതുപോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യം. ഇവിടെയും ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇൻഡിഗോ എയർലൈൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഡീൽ ചെയ്യുന്നത്. ഞങ്ങൾ വിചാരിച്ച ഖത്തറായിരിക്കും വെച്ചു. എന്നാലും കുഴപ്പമില്ല. ഇൻഡിഗോ നല്ലൊരു ഫ്ലൈറ്റാണ്, എനിക്കിഷ്ടമാണ്. എന്നാലും ഇത്തിരി സൗകര്യങ്ങൾ കുറവുണ്ട്. അതിപ്പോൾ മനസ്സിലാവില്ല. ദോഹയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് പോകുന്ന ഫ്ലൈറ്റ് കയറുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുക. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് റോയിലാണ് സീറ്റ് കിട്ടിയത്. വിൻഡോ സീറ്റ് ആയതുകൊണ്ട് പുറത്തത്തെ കാഴ്ചയൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ അതിൽ കയറ്റാൻ പറ്റി. നല്ല ഭംഗിയുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. റോസുവിന് ആദ്യം ഒരു സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ സീറ്റിലിരുന്ന് സെറ്റായതിലൂടെ അതൊക്കെ മാറി ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ദോഹയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി എടുത്തു. റൺവേയിലേക്ക് ടേക്ക് ഓഫിനുള്ള സമയമായി. വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിനെ കുറിച്ചുള്ള കുറച്ച് ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോളാർ കൊണ്ട് ഓടുന്ന ഒരു എയർപോർട്ടാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു കാണിക്കേണ്ട നാട്ടുകാരെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ കാണാൻ പറ്റും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും അറിയണ കേസ് തന്നെയാണ്. പക്ഷേ പ്രവാസത്തിലേക്ക് പോകുന്ന ഏതൊരാളുടെയും ഒരു മനസ്സിൽ ഒരു വിങ്ങലുണ്ടാവും. സ്വന്തം നാടും വീടും വിട്ടിട്ട് പോകുമ്പോഴുള്ളൊരു വിഷമം. ഇത് ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സിറ്റുവേഷനാണ്. ആദ്യമായിട്ട് പോകുന്നവർക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. കാണാനുള്ള ഭംഗി ഉള്ളിലുണ്ടാവണമെന്നില്ല, മനസ്സിൻ്റെ ഉള്ളിൽ. ഫ്ലൈറ്റിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് വളരെ മനോഹരമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വായിച്ചൊന്നും നോക്കിയൊന്നുമില്ല, കിടന്ന് ഉറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഫുഡ് വന്നത്. ഫുഡ് നമുക്കൊരു കവറിലാണ് അവർ കൊണ്ടു തന്നത്. പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിലൊരു പാക്കറ്റ് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് റോസ്റ്റഡ് റൈസ് ക്രാക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ന്യൂട്രീഷൻ ബാറും ഉണ്ടായിരുന്നു. റൈസ് ക്രാക്കർ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു രസമുണ്ടായിരുന്നു. നമുക്ക് പെപ്പറും സോൾട്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രാക്കറായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ 2 പാക്കറ്റുള്ള കാരണം കൊണ്ട് 2 പാക്കറ്റ് ജ്യൂസ് കിട്ടി. ഒരു മാംഗോയും കിട്ടി, പിന്നെ ഒരു പോമഗ്രാനറ്റും കിട്ടി. മാംഗോ ജ്യൂസാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത്തിരി പൾപ്പിയായിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യേണ്ട പല്ലേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അവർ സാൻഡ്വിച്ച് കൊണ്ട് തന്നത്. കൊള്ളാം, നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചും കൊണ്ട് തന്നു. നൈസായിട്ട് ഒരു സാൻഡ്വിച്ചിൽ ഒതുക്കിയതാണ് ആക്ച്വലി. എന്നാലും ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചു.
അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ന്യൂട്രി ബാർ എടുത്തു. പക്ഷേ ന്യൂട്രി ബാർ വിചാരിച്ച അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളത് ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണം ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നൈസായിട്ടൊന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾക്കൊരു 6.5 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പില്ലോ വെച്ചിട്ട് ഉറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ദോഹ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ കുറച്ച് എയർപോർട്ടൊക്കെ വലിയ എയർപോർട്ട് ആയതുകൊണ്ട് കറങ്ങാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. അങ്ങനെ നമ്മൾ ദോഹ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് ചെയ്താലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സമയം പിടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഏറ്റവും ബാക്കിലായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റി. നമ്മുടെ പെട്ടിയാണ് കിടക്കുന്നത്. ഞങ്ങളുടെ 3 പെട്ടികളും അവർ കളക്ട് ചെയ്തിട്ട് വണ്ടിയിലാക്കി കൊണ്ടുപോകുന്നത് ഞങ്ങൾ ലൈവായിട്ട് ഇന്ന് കാണാനൊക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബസ്സിൽ കയറണം. കാരണം ദോഹ എയർപോർട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഇമിഗ്രേഷനിലെത്താൻ. അങ്ങനെ ഞങ്ങൾ അവസാനം ഇമിഗ്രേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷനിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയത്. ഞങ്ങൾക്ക് ഖത്തർ ചുറ്റി കറങ്ങാനുള്ള പെർമിഷൻ കിട്ടി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഞങ്ങൾ ഖത്തർ കറങ്ങേണ്ട ഒരു വീഡിയോ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ ഞങ്ങൾ ഖത്തർ ദോഹ മൊത്തം കറങ്ങി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തി. അവിടെ ഞങ്ങൾക്ക് കുറച്ച് നേരം ടൈം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ദോഹ എയർപോർട്ട് അത്യാവശ്യം വലുപ്പമുള്ള എയർപോർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ കുറച്ച് ഞങ്ങൾ കറങ്ങി. അതിന് ശേഷം ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച്. ഖത്തർ എയർവേസിൻ്റെ ഈ ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അത് നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു വ്യത്യാസം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം കയറിയത് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിലും ഡീൽ ചെയ്യുന്നത് മൊത്തം ഇൻഡിഗോ ആയതുകൊണ്ട് ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സീറ്റിൻ്റെ പിന്നിൽ വരെ നമുക്ക് ഓരോ സ്ക്രീനുകളുണ്ട്. ടച്ച് സ്ക്രീനുകളാണ്. അതിൽ നമുക്ക് പലതരത്തിലുള്ള സിനിമകളും മറ്റേ വീഡിയോസും സോങ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറ വ്യൂസ് ഉണ്ട്. നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവും അതുപോലെ തന്നെ താഴേക്കുള്ള വ്യൂവും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റേ ഫ്ലൈറ്റിൽ ഇതൊന്നുമില്ല. ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്ന ഖത്തർ എയർവേസിനുള്ള ക്വാളിറ്റി മൊത്തത്തിൽ മാറി. സപ്പോസ് നമുക്ക് ട്രാവലിംഗ് ഷോട്ട് അത്ര ഉണ്ടാവുള്ളൂ, അത്രയും ടൈം ട്രാവൽ ചെയ്താൽ മതി. എന്നിരുന്നാലും ഇന്ത്യക്കാർക്ക് ഇത്തിരി ക്വാളിറ്റി ഉള്ള ഒരു ട്രാവലിംഗ് ഇത് വേണ്ടേ? കാരണം ഇതിലേക്ക് വന്നപ്പോൾ എല്ലാ ഐറ്റംസും സർവീസും എല്ലാം മാറി, ക്വാളിറ്റി എല്ലാം മാറി. പക്ഷെ നമുക്ക് അവിടെ അതൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു വ്യത്യാസം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. അത് എൻ്റെ മാത്രം ഒരു ഫീലിങ്സ് ആയിരിക്കാം കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങൾക്ക് രാത്രി 2 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. എന്നാലും ഫുഡ് അവർ കൊണ്ടുവന്നു. അതിൽ കൗസൻ ഉണ്ടായിരുന്നു, ജാമും, പിന്നെ അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സോസേജ് ഉണ്ടായിരുന്നു, പിന്നെ യോഗട്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആ സമയത്തുകൊണ്ട് കഴിക്കാൻ വലിയ മൂഡുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ സ്ക്രീനിൽ അവർ 2 തരം ക്യാമറ വ്യൂ തന്നിട്ടുണ്ട്. ഒന്ന് താഴേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള വ്യൂവും. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ ഉണ്ട്. ഫ്രണ്ട് വ്യൂ നമുക്ക് 2 തരത്തിലാണ് ഉപയോഗിക്കുക. ഒന്ന് ലാൻഡ് ചെയ്യണ സമയത്തും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യണ സമയത്തും. ടേക്ക് ഓഫ് ചെയ്യണ സമയത്ത് രാത്രി ആയതുകൊണ്ട് അധികം വ്യൂ എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം അവസാനം ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയിരിക്കുകയാണ്, ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് എത്തി. ഞങ്ങൾ ഇത്തിരി അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, ഞങ്ങളുടെ ഹോപ്പ് ബാനോഫ്. അങ്ങനെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് ബാനോഫിൽ നിന്ന് ഹാലയിലേക്ക് എത്തി. ഇനി വീഡിയോസ് മൊത്തം ജർമ്മനിയുടെ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.